ആരാധനയായ എൻ്റെ വൈദിക ശേഷൻ, കർത്താവിൽ വിശ്വാസികളെ സ്നേഹം നിറഞ്ഞ ശമാശൻ, വൈദിക വിദ്യാർത്ഥികളെ, ശുശ്രൂഷക്കാരെ, ഗാനങ്ങൾ ആലപിക്കുന്ന മനോഹരമായ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രൈസ്തവ സഭകളുടെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ. പാപത്തെയും മരണത്തെയും ജയിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന പ്രത്യാശയുടെ പെരുന്നാളാണിത്. ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ക്രിസ്തീയ സഭകളുടെ അടിസ്ഥാനം. കർത്താവിന്റെ കുരിശുമരണത്തോടുകൂടി ചിതറപ്പെട്ടു പോയ ശിഷ്യഗണങ്ങളെ പുനരുദ്ധരിപ്പിച്ച ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാൻ അവരെ സജ്ജമാക്കിയത് ഉയർന്ന പെരുന്നാളാണ്. യേശു ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുള്ളതെ ഓർക്കുക. ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉയർപ്പാണ്. ഈശോ നൽകുന്ന സന്ദേശം താൻ മരണത്തെ കീഴടക്കി എന്നുള്ളതാണ്. ആദാം മുതലുള്ള മനുഷ്യവർഗത്തെ കൈപ്പെടുത്തിയിരുന്ന മരണത്തെ കീഴ്പ്പെടുത്തി മനുഷ്യവർഗത്തിന് പ്രത്യാശയുടെ ആവേശം പകർന്നു കൊടുത്തത് കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാളാണ്. ഉയർപ്പ് ജീവന്റെയും പ്രത്യാശയുടെയും ആഘോഷമാണ്. സാമൂഹിക കുടുംബ ബന്ധങ്ങളിൽ ജീവനും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് സമാധാനത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ കഴിയും. മരണത്തെ കൊല്ലുന്ന ചൈതന്യമായി യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രഖ്യാപിക്കുന്നു. നിർജീവമായതിനെ ജീവനിലേക്ക് ഉയർത്തുന്ന ദൈവത്തിന്റെ സർഗചേതനയാണ് ഉയർപ്പിലൂടെ വെളിവാക്കുന്നത്. ലോകത്തിലെ മരണ ശക്തികൾക്കെതിരായി നിലകൊള്ളുവാൻ ഉയർപ്പ് നമ്മെ വെല്ലുവിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 50 ദിവസത്തെ ഉപവാസത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പരിസമാപ്തിയിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഈ തീർത്ഥയാത്രയുടെ അവസാനം സന്തോഷവും സമാധാനവും മുഖത്ത് പ്രതിബിംബിക്കുന്നവരായി ശോഭിക്കുവാൻ കഴിയുവാൻ നമുക്ക് കഴിയണം. പൗലോസ് ശ്ലീഹ പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ഉയർപ്പ് ശുശ്രൂഷയിലുടനീളം സമാധാനം എന്നീ ആശയം ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ഉയർപ്പ് ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുന്നതാണ്. ഉയർപ്പ് ജീവന്റെയും പ്രത്യാശയുടെയും ആഘോഷമാണ്. പെരുന്നാളുകളുടെ പെരുന്നാൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അന്ധകാരം മാറി പ്രത്യേകതയുടെ പ്രത്യാശയുടെ പ്രകാശം വിതയ്ക്കപ്പെട്ട ദിവസം. ശവകുടീര പരിസരങ്ങളിൽ സുവിശേഷം ഘോഷിക്കുവാൻ തുടങ്ങിയ ദിവസം. സ്വർഗീയ മാലാഖമാർ ഭൗമികരോട് സംസാരിച്ച ദിവസം. കർത്താവിൻ്റെ ഉയർപ്പ് ചിതറിപ്പോയവരെ ഒന്നാക്കി തീർത്ത വെളിപാടിൻ്റെ പൂർണ്ണതയുടെ ദിവസം. ആദാമിൻ്റെയും ഹൗവായുടെയും വിലാപവും കണ്ണുനീരും ആഹ്ലാദമായി മാറിയ ദിവസം. ദൈവത്തിൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് തന്നിലുള്ള വിശ്വാസം ഏറ്റുപറയേണ്ടതായ മഹത്വത്തിൻ്റെ ദിനമാകുന്നു ഇന്ന്. മനുഷ്യവർഗത്തിൻ്റെ ചിന്തകളെ സമാധാന തുറമുഖത്തേക്ക് എത്തിച്ച ദിവസമാകുന്നു ഇന്ന്. ദൈവസ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് സമാധാനത്തിൻ്റെ മക്കളാക്കി രൂപാന്തരപ്പെടുവാൻ ശക്തി ലഭിച്ച ദിവസമാകുന്നു ഇന്ന്. യേശുക്രിസ്തുവിനോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് കഷ്ടപ്പെടുന്നവർക്ക് പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം മുന്നമേ ലഭിക്കുന്നു. സ്ത്രീകളും ശിഷ്യന്മാരും ശൂന്യമായ കല്ലറ നേരിട്ട് കാണുകയും പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു.
ദൈവിക രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം ബലഹീന മനുഷ്യർക്ക് പുനരുദ്ധാനം വഴി നൽകപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ ദൗത്യം തുടർന്നു പോകുവാൻ തക്കവണ്ണം ശിഷ്യന്മാർ അയക്കപ്പെടുന്നു. ലോകത്തെ ജയിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന വാഗ്ദാനം അവിടെ ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. സത്യം ഉയർക്കും. സത്യത്തെ കല്ലറയിൽ വെച്ചെങ്കിലും 3-ാം നാൾ ഉയർത്തു എന്നിവിടെ കാണുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ഒരു പരാജയത്തിൻ്റെതാണെങ്കിൽ ഇന്ന് വിജയത്തിൻ്റെ ദിനമാകുന്നു. ഇതൊരു നിത്യയാഥാർത്ഥ്യമാണ്. സത്യത്തെ ഒരു കാലത്തും എന്നേക്കുമായി കല്ലറയിലാക്കുവാൻ കഴിയുകയില്ല എന്ന് ഉയർപ്പ് നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കുരിശു വഹിച്ചുകൊണ്ട് ഗോൽഗുത്തായിലേക്ക് പരിശീണിതനായി പോകുന്ന യേശു തമ്പുരാൻ വിജയശ്രീ ലാളിതനായി ഉയർത്തെഴുന്നേറ്റ് എൻ്റെ വിലാപ്പുറം കാണുവീൻ എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന അനുഗ്രഹീത മുഹൂർത്തം. അവൻ കല്ലറയിലില്ല, പിന്നെ എവിടെയാ? അവൻ മനുഷ്യഹൃദയങ്ങളിൽ നമ്മോടുകൂടെ. അവൻ നിരാശക്കാരുടെ നടുവിൽ, പ്രയാസക്കാരുടെ നടുവിൽ, അവൻ വേദനിക്കുന്നവരോടൊപ്പം എന്നും നമ്മോടുകൂടെയുണ്ട്. Easter is the occasion for us to rejoice in the glorious resurrection of our Lord Jesus Christ. It brings heavenly peace and divine happiness to the meek and lowly in heart. It gives hope to a world torn apart by wars, hatred, cruelty, malice and injustice. The glory and foundation of Christian message is the historical resurrection of Jesus Christ and is the very foundation of Christian faith. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ ഉയർപ്പിൻ്റെ സാക്ഷ്യം അവൻ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ഇടയാക്കിയ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത ഈസ്റ്റർ ആകുമ്പോൾ നമുക്ക് എത്ര പേർക്കത് പറയുവാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം ആയുസ്സും ആരോഗ്യം തന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇരുട്ടുള്ളപ്പോൾ കല്ലറയിൽ യേശു തമ്പുരാനെ കാണുവാൻ മഗ്ദലക്കാരി മറിയാം ഓടിയെത്തി. ഐ വാണ്ട് ടു സീ ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലും, ദൈവത്തെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ അവളുടെ ജീവിതത്തിൽ യേശു തമ്പുരാനെ കാണാനായിട്ട് പോകുമ്പോൾ അവൾക്ക് വലിയൊരു ഭാരമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവിടെ വലിയൊരു കല്ലിരിപ്പുണ്ട്. അത് ആരും മാറ്റിത്തരും? പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് നാം ധാരാളം പേർ ഇവിടെ കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ ധാരാളം ആളുകൾ കടന്നു വരാറുണ്ട്. ധാരാളം പേർ അനുഗ്രഹിക്കപ്പെട്ട് ഈ ദേവാലയം വിട്ട് കടന്നു പോകുന്നുണ്ട്. സാക്ഷ്യം നൽകുന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അക്രൈസ്തവർക്കും സാക്ഷ്യം നൽകുന്ന ഒരു ദേവാലയം. ഈ ദേവാലയത്തെ ആർക്കും മറക്കുവാനായിട്ട് കഴിയില്ല. കാരണം ആ പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗോറിയോസിന്റെ മധ്യസ്ഥത. കല്ലറയിൽ ഓടി വരുമ്പോൾ അവിടെ ജീവിതത്തിൽ വലിയ ഭാരം ഈ കല്ലാരും മാറ്റിത്തരും. പക്ഷേ കല്ലറയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കല്ല് താനേ മാറിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ നാം കടന്നു വരുമ്പോൾ പ്രയാസങ്ങളുടെ മധ്യേ, ബുദ്ധിമുട്ടുകളുടെ മധ്യേ, വലിയ ഭാരമാകുന്ന പാപം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ മാറിക്കിട്ടുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു കുറവും വരികയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. അവൻ നമ്മോടുകൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പകർച്ചയിൽ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഭയപ്പെടേണ്ട എന്ന് വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം പറയുന്നുണ്ട്. ഒരു വർഷം 365 ദിവസമുണ്ടെങ്കിൽ ഓരോ ദിവസവും ദൈവം തമ്പുരാൻ പറയുന്നു, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈസ് ഓൾവേസ് വിത്ത് അസ്, ഈസ് ഓൾവേസ് വിത്ത് അസ്, എപ്പോഴും നമ്മോടുകൂടെ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോഴെല്ലാം ദൈവമേ നിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്നെ നടത്തുവാൻ എന്നെ വഴിയൊരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ ഉയർപ്പിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ ആളുകൾ മൺമറഞ്ഞു പോയപ്പോൾ, രോഗത്തിലെ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടുകളിൽ, ഭവനങ്ങളിലും ആശുപത്രിയിലും
ധാരാളം പേർ കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ ഓരോ ദിവസവും തൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ച കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സന്തോഷം നാം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, അതൊരിക്കലും കുറയുന്നില്ല. പരമ്പരയിലാണെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ എല്ലാവരും പഴയ കാലങ്ങളിലൊക്കെ പണ്ട് പണമൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ ആരെങ്കിലും പോവില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇസ്രായേലിലൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്, കാണാൻ പണം ചിലവാക്കി പോകുന്നുണ്ട്. ശബരിമലയ്ക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട്, മക്കയിലേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. തീർത്ഥാടകർ ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ജീവിതത്തിൽ ശാന്തി സമാധാനമില്ലാത്ത അവസ്ഥ. പണമുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുകയില്ല, സ്വത്തുക്കളുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുകയില്ല, കുടുംബശ്രേഷ്ഠരുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുകയില്ല, സൗന്ദര്യമുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുകയില്ല. സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നിങ്ങളോടൊത്ത് ബലഹീനായ എനിക്ക് ഇവിടെ ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ തക്കണം, വീണ്ടും ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രാവശ്യം അച്ഛനായിട്ടും റമ്പാച്ചനായിട്ടും ഒക്കെ ഇവിടെ കഷ്ടാനുഭവ ആഴ്ച നടത്തിയെങ്കിലും മെത്രാപ്പോലീത്തായിട്ട് ആദ്യമായിട്ടാണ് ദൈവം തമ്പുരാൻ അവസരം ഒരുക്കിയത്. ഞാൻ ദുഃഖവെള്ളിയാഴ്ച ഓർപ്പിച്ചതുപോലെ എന്നെ ഈ സ്ഥാനത്താക്കിയത് എൻ്റെ ഈ പരിമല തിരുമേനിയുടെ കബറിടമാണ്. ആ തിരുമേനിയാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എനിക്ക് കാവലാണ്, കോട്ടയാണ്. പ്രയാസങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ എന്നെ ദൈവം തമ്പുരാൻ വഴി നടത്തുന്നു. ആ പിതാവിൻ്റെ മധ്യസ്ഥത ദൈവം തമ്പുരാൻ കേൾക്കുന്നു. ആ ദൈവം തമ്പുരാൻ എന്നെ വഴി നടത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, പാവപിടിച്ച ഭദ്രാസനമാണ്. മലങ്കര സഭയിൽ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭദ്രാസനം വേറെയില്ല. ദൈവം തമ്പുരാൻ വഴി നടത്തും. ഞാൻ ഇവിടെ ഖബറിൻ്റെ മുമ്പിൽ വന്ന് പ്രയാസപ്പെട്ടിരുന്ന അവസരത്തിൽ 2 പേർ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, തിരുമേനി എന്താ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ കൂടെ താമസിക്കുവാൻ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. സന്യാസി പട്ടക്കാർ ധാരാളം പേരുന്ന് അവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും ബത്തേരിയിൽ താമസിക്കണം എന്നോടൊപ്പം. എൻ്റെ സ്നേഹം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും എല്ലാവർക്കും ബത്തേരിയിലോട്ട് പോകാനൊരു ആഗ്രഹമുണ്ട്. അച്ഛന്മാർക്കല്ല, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്തവർക്ക്. ഇപ്പോൾ വന്നാൽ താമസിക്കാൻ സൗകര്യമില്ല, മുറിയില്ല. ഒരു ബെഡ്റൂമിലാണ് ഓഫീസ് റൂം നടത്തിക്കൊണ്ട് പോകുന്നത്. റമ്പാച്ചന്മാർ, 2 റമ്പാച്ചന്മാർ, 2 ഷമ്മാശന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, അച്ഛന്മാർ, ഇവരൊക്കെ താമസിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു വർഷം എൻ്റെ വൈദികരുടെ ശമ്പളം പള്ളിയിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ 18 ലക്ഷം രൂപ ഉണ്ടാകണം. അപ്പോൾ അറിയാം ബത്തേരി ഭദ്രാസനത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ഇവിടെ കാണുന്ന പോലെയുള്ളതായ മനോഹരമൊന്നുമില്ല. ഓല കൊണ്ടും കച്ചി കൊണ്ടും ചാണകവും മെഴുകിയ ത്രോണോസുകളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. 5 വീട്ടുകാരും 10 വീട്ടുകാരും 12 വീട്ടുകാരുമുള്ള ധാരാളം ദേവാലയങ്ങൾ. ഞാൻ ബത്തേരി ഭദ്രാസനം ചോദിച്ചാവശ്യപ്പെട്ടതാ. എനിക്ക് അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ സഭ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം എന്തെന്നറിയാമോ? മലങ്കര സഭയിൽ വിദേശ രാജ്യത്ത് ജനിച്ച് മെത്രാപോലിത്തയായിട്ട് ഇന്ന് നിലകൊള്ളുന്ന ഇന്നത്തെ മെത്രാപോലിത്തന്മാരിൽ ഏക വ്യക്തി ഞാനാകുന്നു. അതിനെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ജനിച്ച് വിദേശ പാസ്പോർട്ടുള്ള ഒരേ ഒരു മെത്രാപ്പോലീത്ത. അതുകൊണ്ടാണ് എനിക്ക് വിദേശ രാജ്യത്ത് പോകണ്ടെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. കാരണം 4 വയസ്സ് മുതൽ കപ്പലും പ്ലെയിനും ഒക്കെ കയറി ഇറങ്ങിയതുകൊണ്ട് എൻ്റെ പാവപ്പെട്ടതായ ആളുകളോടൊപ്പം, ബത്തേരിക്കാരോടൊപ്പം കപ്പയും കാച്ചിലും ചേനയും ഒക്കെ കഴിച്ച് അവരോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് ദൈവം ഒരു കുറവും വരുത്തിയില്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സ്വർണ്ണമാണ്, ഇതൊന്നും സ്വർണ്ണമെന്നല്ല, ഇതൊക്കെ പൂച്ച. സ്വർണ്ണം ഇതിനിങ്ങനെ ചെമ്പയിലൊക്കെ പൂശി വെച്ചിരിക്കുക. ദൈവം തമ്പുരാൻ വഴി നടത്തുന്നുണ്ട്. ഒരു കുറവും എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല. എൻ്റെ ഭദ്രാസനത്തിൽ 3 വർഷം കഴിഞ്ഞ് ഏപ്രിൽ 1 ആയപ്പോൾ ഒരു തലവേദന എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ പരിമല തിരുമേനിയുടെ പ്രാർത്ഥന എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ വൈദികർ എനിക്കൊരു പ്രയാസമില്ല, എൻ്റെ ജനങ്ങൾക്ക് എനിക്ക് പ്രയാസമില്ല. എൻ്റെ ബാഹവായനോട് ചോദിക്കൂ, മെത്രാച്ചനെ എങ്ങനെയാ ഭദ്രാസനം ഭരിക്കുന്നതെന്ന് ചോദിച്ചു. കൂടുതൽ സമയം ഇവിടെയാ കറങ്ങുന്നത്. അവിടുന്ന് വണ്ടി വിട്ടാൽ തിരുവിതാംകൂട് വരെ വണ്ടി ഓടും. കാല് നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണ്. അത്രമാത്രം പ്രോഗ്രാം ധാരാളമുണ്ട്. ഈ മാസം തന്നെ 14 കല്യാണം നടത്തണം. അത്രയ്ക്ക് പ്രോഗ്രാം ഈ മാസത്തിലുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്.
ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഞാൻ പ്രയാസപ്പെട്ട് മുമ്പിലിരുന്നപ്പോൾ എന്നോടൊപ്പം കൗൺസിൽ മെമ്പറായിരുന്ന അരിപുറത്ത് കുഞ്ചായം വന്നതിനോട് ചോദിച്ചു, തിരുമേനി എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുറേ മുറികൾ പണിയാനുണ്ട്, പണിത് കിട്ടിയായിരുന്നേ വളരെ സന്തോഷം. അതിനെന്താ തിരുമേനി എന്തിനാ വിഷമിക്കുന്നത്, ഞാനൊരു മുറി പണിത് തരാമല്ലോ എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വേറൊരാളെന്നോട് പറഞ്ഞു, തിരുമേനി എന്തിനാ വിഷമിക്കുന്നേ, ഞാനൊരു മുറി പണിത്, പീടികയിലെ കൊച്ചുമോൻ, കടയിലുള്ള കൊച്ചുമോൻ, ഈ പീടികയിലുള്ള, ഞാൻ തിരുമേനിക്കൊരു മുറി പണിത് തരാമെന്ന് പറഞ്ഞു. എൻ്റെ പരിമല തിരുമേനി എന്നോട് കൂടെയുണ്ട്. ഞാൻ ചെമ്മാശനായിട്ട് ഈ ദേവാലയത്തിൽ കാലുകുത്തി, ഞാൻ കാലുകുത്തുമ്പോൾ എൻ്റെ മാനേജരായിട്ട് ഈ ഏബ്രാച്ചനോടുണ്ട്, വട്ടക്കുന്നേ ബാവ ഇവിടെ ആക്കുമ്പോൾ എൻ്റെ ഏബ്രാച്ചനോട് പറഞ്ഞു, ഏബ്രാച്ച ഞാൻ ഈ ചെമ്മാശനെ ഇങ്ങോട്ട് അയക്കുക, അദ്ദേഹത്തെ നോക്കിക്കോളാൻ പറഞ്ഞു. എൻ്റെ തിരുമേനി എന്നെ നടത്തുന്നുണ്ട്, എനിക്കൊരു കുറവും വരുത്തുന്നില്ല. ശാന്തിയും സന്തോഷവും സമാധാനമുള്ളവനായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ബലഹീനമായ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനായി എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്നോടൊപ്പം സഹകരിച്ച് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ സൈമനച്ഛനോടും റംബാച്ചനോടും മത്തായി അച്ഛനോടും ഇവിടെ സംബന്ധിക്കുന്ന എല്ലാ അച്ഛന്മാരോടും അപ്പുവച്ചനോടും ഷമ്മാശനോടും എല്ലാവരോടും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. ഈ അവസരം ഒരുക്കി തന്നതിൽ വളരെ സന്തോഷം. ഓശാന ആഴ്ചയിൽ വന്നപ്പോൾ എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ നേരിട്ട് നടക്കാനും ഒക്കെ ചില ബുദ്ധിമുട്ടൊക്കെ തോന്നി. ആ കബറിങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ചു, നീ എന്നെ നടത്തിക്കോണം, ജനത്തിൻ്റെ മുമ്പാകെ മറ്റുള്ള മുമ്പാകെ എന്നെ തള്ളിക്കളയരുത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം നമ്പരാൻ ശക്തി തന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി തരുന്നൊരു ദൈവം എനിക്കുണ്ട്. ജീവിച്ചിരുന്നതായ ഒരു പൈതലിന് ജന്മം നൽകിയതായ പരിമല തിരുമേനിയുടെ കബറാണിവിടെ. അത് മനസ്സിലാക്കണം. ഞാൻ റംബാച്ചനായിട്ട് ഇവിടെ ജീവിക്കുന്ന കാലത്ത് അക്രൈസ്തവരായ ഒരു കുടുംബത്തിന് കുഞ്ഞില്ലാതെ ഉണ്ടായിരുന്ന ഒരു ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞിന് 3 മാസം പ്രായമായപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ആ കുഞ്ഞ് മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. ആ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കന്മാർ ഈ പരിമലപ്പള്ളിയുടെ കബറിടത്തിൽ കൊണ്ടുവന്നു. വാവിട്ട് നിലവിളിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ അവരുടെ കരച്ചിൽ കണ്ട് ഞാൻ ഓടി കബറിടത്തിൽ വന്നു. അവരുടെ കബറിടത്തിൽ വന്ന അവസരത്തിൽ വാവിട്ട് നിലവിളിക്കുന്നതായ മാതാപിതാക്കന്മാർ അവരെ ആശ്വസിപ്പിച്ചെങ്കിലും അവർ പറയുന്നു, എന്നെ തിരുമേനി എന്നാ വിളിച്ചത്, അവർക്കറിയത്തില്ല ഞാൻ റംബാച്ചനാണോ എന്ന്. എൻ്റെ തിരുമേനി, എൻ്റെ കുഞ്ഞു മരിച്ചുപോയി, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അയക്കാനായിട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ഈ പീടികയിലെ കൊച്ചുമോൻ്റെ കടയിൽ നിന്ന് ഒരു കൊന്തമാല വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്നോട് പറയുകയുണ്ടായി, തിരുമേനി പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ അണിയിച്ച് ശവസംസ്കാര ശുശ്രൂഷയിൽ അയക്കണമെന്ന് പറയുകയുണ്ടായി. ആ കൊന്തമാല പരിമല തിരുമേനിയോട് അപേക്ഷിച്ച് പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ അണിയിച്ച് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അയക്കുകയുണ്ടായി. മാവേലിക്കരുടെ ഹൃദയഭാഗത്ത് ചെല്ലുന്ന അവസരത്തിൽ ആ കുഞ്ഞ് കണ്ണു തുറന്നു. ഇന്നും ജീവനോടെ മാവേലിക്കരയുടെ ഹൃദയഭാഗത്ത് ജീവിക്കുന്നുണ്ട്. അത്രമാത്രം ശക്തിയുള്ള പരിശുദ്ധന്റെ പ്രാർത്ഥന നമുക്ക് കാവലാണ്, കോട്ടയാണെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. ദൈവം നമ്പരാൻ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിച്ച പരിശുദ്ധ പിതാവ് കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന നമുക്ക് കാവലായിരിക്കട്ടെ, കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്പരാൻ നമ്മെ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.